ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മഹാമാന്ത്രികനായിരുന്ന കടമറ്റത്ത് കത്തനാർ വൈദികനായിരുന്ന ദേവാലയത്തിലേക്ക് സ്വാഗതം. 1200 വർഷം പഴക്കമുള്ള ഒരു ദേവാലയത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ ദേവാലയത്തിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചാൽ, കടമറ്റത്ത് കത്തനാർ എന്ന ഐതിഹ്യപുരുഷൻ ഈ ദേവാലയത്തിലെ പുരോഹിതൻ ആയിരുന്നു എന്നതാണ്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം മൂവാറ്റുപുഴ റൂട്ടിൽ കടമറ്റം എന്ന സ്ഥലത്താണ്. ഈ പുരോഹിതൻ്റെ യഥാർത്ഥ പേര് പൗലോസ് എന്നായിരുന്നു. അദ്ദേഹം കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ അടുത്ത പള്ളിയിലെ വികാരിയച്ചൻ ഈ കൊച്ചു പൗലോയെ ദത്തെടുത്തു. എന്നാൽ ബാല്യത്തിൽ തന്നെ കൊച്ചു പൗലോസിനെ കുറച്ച് ആളുകൾ തട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയിൽ താമസിപ്പിച്ചു. അവർ മന്ത്രവാദികളോ ആഭിചാരക്രിയകൾ ചെയ്യുന്നവരോ ആയിരുന്നു. അവിടെ നിന്നും മാന്ത്രിക വിദ്യകൾ പഠിച്ച് തിരിച്ച് നാട്ടിലോട്ട് എത്തി വികാരിയച്ചനോടൊപ്പം താമസിച്ചു. അവിടെ നിന്നും അദ്ദേഹം പുരോഹിത കർമ്മങ്ങളും പഠിച്ചു. അവിടത്തെ വികാരിയച്ചൻ്റെ മരണശേഷം പൗലോസ് പള്ളിയിലെ വികാരിയായി മാറി. അതിനുശേഷം പൗലോസ് എന്ന കത്തനാർ പലരുടെയും ബാധ ഒഴിപ്പിക്കലും മാന്ത്രിക ചികിത്സകളും നടത്തിപ്പോന്നു. അക്കാലത്ത് ഒരു ഉപദ്രവകാരിയായിരുന്ന ഒരു യക്ഷിയെ കത്തനാർ തലയിൽ ആണിയടിച്ച് തളച്ചതായും ഉള്ള ഒരു കഥയുമുണ്ട്. ഈ ദേവാലയം ഇപ്പോൾ പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ ഉൾഭാഗം പല സ്ഥലത്തും ഇരുമ്പ് സ്റ്റാൻഡുകൾ കൊണ്ട് താങ്ങി വച്ചിരിക്കുന്നത് കാണാം. പള്ളിക്കുള്ളിൽ കത്തനാർ മുറി എന്നൊരു പ്രത്യേക മുറിയുണ്ട്. ഇത് കത്തനാറിൻ്റെ ആത്മീയ സാന്നിധ്യം ഉൾക്കൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ പള്ളി ഇപ്പോൾ കടമറ്റം സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലം ഇപ്പോൾ ഒരു പള്ളിയാണ്. അതിനടുത്ത് തന്നെ ഒരു മാന്ത്രിക കിണറും കാണാം. അതിപ്പോൾ പുനരുദ്ധാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധനായ കത്തനാറിൻ്റെ ജീവിതം ആചരിക്കുവാനായി ജനുവരി മാസത്തിൽ ഒരു ആഘോഷം നടത്തുന്നു. അതിൻ്റെ മുഖ്യ ആകർഷണം കത്തനാറിൻ്റെ വിഗ്രഹം ചുമന്നുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണമാണ്. കടമറ്റത്ത് കത്തനാറും കടമറ്റം പള്ളിയും
കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരികവും ആത്മീയവുമായ ചരിത്രത്തിൻ്റെ പ്രതീകങ്ങളാണ്.